ചൊവ്വാഴ്ച ഡിസ്ട്രിക്ട് ജഡ്ജി ലൂയിസ് കാപ്ലനാണ് വിധിപ്രഖ്യാപനം നടത്തിയത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ അൽഖ്വായ്ദ തലവൻ ഉസാമ ബിൻ ലാദനെ അബുഗൈസ് സന്ദർശിച്ചതായി ഇക്കഴിഞ്ഞ മാർച്ചിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷൻ സമർത്ഥിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം അബുഗൈസ് അൽഖ്വായ്ദ വക്താവായി പ്രത്യക്ഷപ്പെട്ട വീഡിയോ ടേപ്പുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരുന്നു. വിമാനങ്ങളുടെ കൊടുങ്കാറ്റിൽ നിന്ന് അമേരിക്കയ്ക്ക് രക്ഷയുണ്ടാവില്ലെന്ന് സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ബുഗൈസ് പറയുന്നുണ്ട്. എന്നാൽ തന്റെ റോൾ തികച്ചും മതപരമായ ഒന്നായിരുന്നുവെന്നും അമേരിക്കക്കാർക്കെതിരായ ഗൂഢാലോചനയിൽ തനിക്ക് പങ്കില്ലെന്നുമായിരുന്നു അബുഗൈസിന്റെ വാദം. വിചാരണയിൽ പ്രോസിക്യൂഷനു വേണ്ടി അറ്റോർണി ജോൺ ക്രോനനും പ്രതിഭാഗത്തിനു വേണ്ടി സ്റ്റാൻലി കോഹനുമായിരുന്നു ഹാജരായത്. തനിക്ക് ദൈവത്തോടല്ലാതെ മറ്റാരോടും ദയാഭ്യർത്ഥിക്കാനില്ല എന്നായിരുന്നു വിധി പ്രസ്താവം കേട്ട അബുഗൈസിന്റെ പ്രതികരണം. കഴിഞ്ഞ വർഷം ജോർദാനിൽ വെച്ചായിരുന്നു CIA അബുഗൈസിനെ പിടികൂടിയത്. സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷം അൽഖ്വായ്ദയുടെ വീഡിയോ ക്ലിപ്പിംഗുകളിൽ അമേരിക്കക്കെതിരെ ആക്രമണ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് കുവൈത്ത് അബുഗൈസിന്റെ പൗരത്വം റദ്ദു ചെയ്തിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.